നമസ്കാരം, ഞാൻ ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. പല ആൾക്കാരും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, എനിക്ക് മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപമുണ്ട്, ഞാൻ ഇങ്ങനെ SIP രീതിയിൽ നിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക്. അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ NFO വന്നപ്പോൾ ഞാൻ അതിൽ നിക്ഷേപിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളിൽ പലരും യഥാർത്ഥത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ല. തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇവരിൽ പലരും നിക്ഷേപിച്ചിരിക്കുന്നത് ഇൻഷുറൻസ് പ്ലാനുകളിലാണ്. നിങ്ങൾ ഇങ്ങനത്തെ അബദ്ധം പറ്റി അത് പിന്നീട് തിരിച്ചറിഞ്ഞ ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു അനുഭവം ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു തിരിച്ചറിവാകട്ടെ. ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാനും ഇനി നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനും ഈ ഒരു ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ഇൻഷുറൻസ് സ്കീമുകളിൽ കൊണ്ടുപോയി പണം ഇടുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് SIP എന്ന വാക്കാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ ഒരു SIP. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് SIP എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് എന്നാണ്. തെറ്റാണിത്. ഇനി വേറെ കുറെ ആൾക്കാരുടെ ധാരണ SIP എന്ന് പറയുന്നത് ഒരു നിക്ഷേപ ഇടം, ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് ആണ് എന്നാണ്. അതും തെറ്റാണ്. ശരിക്കും SIP എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി, മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. ഇപ്പോൾ ഒരു വ്യക്തി RDയിലേക്ക്, റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് എല്ലാ മാസവും ഇങ്ങനെ 1000 രൂപ വീതം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒരുതരം SIP ആണ്. ഇനി വേറൊരു വ്യക്തി, അദ്ദേഹം ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എല്ലാ മാസവും 10000 രൂപ വീതം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതും ഒരു SIP ആണ്. ഇനി വേറൊരു വ്യക്തി, അദ്ദേഹം എല്ലാ മാസവും 25000 രൂപ വീതം കൃത്യമായിട്ട് ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതും അദ്ദേഹത്തിന്റെ ഒരു SIP തന്നെയാണ്. അപ്പോൾ ശരിക്കും എന്താണ് SIP? ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റിലേക്ക് കൃത്യമായ ഒരു തുക കൃത്യമായ ഇടവേളയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിക്ഷേപിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെ പറയുന്നതാണ് SIP എന്നത്. ഒന്നുകൂടെ പറയുവാണ്, SIP ഒരു നിക്ഷേപ രീതി മാത്രമാണ്, മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. ഇനി പല ഇൻഷുറൻസ് സ്കീമുകളുടെയും പ്രീമിയം അടയ്ക്കുന്നത് ഇങ്ങനെ കൃത്യമായ ഇടവേളയിലാണ്. അതും കൃത്യമായ ഒരു തുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഇൻഷുറൻസ് ഏജന്റുമാരും, എല്ലാവരും അല്ല കേട്ടോ, അതുപോലെ പല ബാങ്ക് സ്റ്റാഫുകളും, അതും എല്ലാവരും അല്ല കേട്ടോ, ഇൻഷുറൻസ് പ്രൊഡക്റ്റിലേക്ക് പണം അടയ്ക്കുന്നതിനെ SIP ആയിട്ട് ചിത്രീകരിക്കാറുണ്ട്. ശരിക്കും അതൊരു തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ്. കാരണം SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഇൻഷുറൻസ് ശരിക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് അല്ല. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ SIP എന്ന വാക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ ആയത് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. മ്യൂച്വൽ ഫണ്ടിലേക്ക് കൃത്യമായ ഇടവേളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ 3 മാസം കൂടുന്തോറും കൃത്യമായിട്ടുള്ള ഒരു തുക ഇങ്ങനെ നിക്ഷേപിച്ചു പോകുന്ന രീതി, ആ രീതിയുമായി ബന്ധപ്പെട്ടാണ് SIP എന്ന വാക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് ജനകീയമായത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇങ്ങനെ കൃത്യമായ ഇടവേളയിൽ നിക്ഷേപിക്കുന്നതിനെ മാത്രമാണ് SIP എന്ന് പറയുന്നത് എന്നാണ്. ആ ഒരു ധാരണയിന്മേലാണ് പല ആൾക്കാരും എനിക്ക് SIP വേണം എന്നൊക്കെ പറയുന്നത്, എനിക്കൊരു SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് എന്താ? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു SIPയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാൻ വേണ്ടി എങ്ങോട്ട് പോകുന്നു? ഒരു ഏജന്റിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് പോകുന്നു. പല ആൾക്കാരുടെയും ധാരണ ബാങ്ക് വഴി ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതൊരു തെറ്റിദ്ധാരണ. അതേപറ്റി വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്കിലെ സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഒരു ഏജന്റ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് സ്കീം ആയിരിക്കും. പ്രത്യേകിച്ചും ULIP. എന്താ ULIP? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഇതിന്റെ എന്തടക്കണം? പ്രീമിയം അടയ്ക്കണം. ഈ പ്രീമിയം അടയ്ക്കലിനെ SIP രീതിയിലുള്ള നിക്ഷേപമായിട്ടാണ് അവതരിപ്പിക്കുക. ഇനി ചില ആൾക്കാർ എനിക്ക് മ്യൂച്വൽ ഫണ്ട് വേണം എന്ന് തന്നെ പറയാറുണ്ട്. അവരോട് ഫണ്ട് തരാമല്ലോ എന്ന് പറയും. ഫണ്ടെന്നേ പറയുള്ളൂ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയത്തില്ല. ഈ പല യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളും ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ NFO എന്നാണ് പറയുക, ന്യൂ ഫണ്ട് ഓഫർ.
ഇവിടെയും ആളുകൾ മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് വിചാരിച്ച് ഇത്തരം ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് പണം ഇറക്കുന്നു. ഇനി ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം മ്യൂച്വൽ ഫണ്ടിനെ പറ്റി, എങ്കിലും ഒരുപാട് ധാരണയില്ല. അപ്പോൾ അവരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ കൂടിക്കഴിഞ്ഞാൽ എന്തില്ല, ഇൻഷുറൻസ് കവറേജ് ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജും കിട്ടും, അതോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വലിയ കോർപ്പസ് ഉണ്ടാക്കുകയും ചെയ്യാം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഏതോ ഒരാൾ ഒരു ഉൽപ്പന്നം മേടിച്ചു. എന്തുൽപ്പന്നം? അത് കിച്ചൺ ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം, സ്റ്റെപ്പ് ലാഡർ ആയിട്ട് ഉപയോഗിക്കാം. രണ്ട് ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കിച്ചൺ ടേബിൾ ആക്കാനും കൊള്ളത്തില്ല, സ്റ്റെപ്പ് ലാഡർ ആക്കാനും കൊള്ളത്തില്ല. ഞങ്ങൾ ഒരിക്കലും യുലീപ്പിന് എതിരൊന്നുമല്ല, പക്ഷേ മിസ്ലീഡ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, അവരാണ് എതിർക്കപ്പെടേണ്ടത്. യുലീപ്പായിട്ട് തന്നെ സെയിൽ ചെയ്യണം, ഇൻഷുറൻസ് ആയിട്ട് തന്നെ സെയിൽ ചെയ്യണം, മ്യൂച്വൽ ഫണ്ട് ആയിട്ട് തന്നെ സെയിൽ ചെയ്യണം. ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് ഏജന്റുമാർക്കും അതുപോലെ ബാങ്കുകാർക്കും കൂടെ പേരുദോഷം ഉണ്ടാക്കുന്നവരാണ്. ഇപ്പൊ തന്നെ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളിൽ ഓൾറെഡി ചേർന്നിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുവാണെങ്കിൽ അവരിൽ ഒരു വലിയ വിഭാഗവും പറയുന്നത് അറിയാതെ പറ്റിപ്പോയി, അറിയാതെ തലവെച്ചു പോയി എന്നൊക്കെയാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി ആരംഭിച്ചല്ലോ എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇത്തരം ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെയും യഥാർത്ഥ മ്യൂച്വൽ ഫണ്ടിനെയും തമ്മിൽ തിരിച്ചറിയുക എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളോട്, അദ്ദേഹം ഒരു ഏജൻറ്റോ ഡിസ്ട്രിബ്യൂട്ടറോ ബാങ്കിലെ സ്റ്റാഫോ ആരും ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തോട് ചോദിക്കുക, ഈ ഒരു സ്കീം IRDAയുടെ കീഴിൽ വരുന്നതാണോ അതോ സെബിയുടെ കീഴിൽ വരുന്നതാണോ എന്ന്. IRDAയുടെ കീഴിലാണ് വരുന്നത് എങ്കിൽ അത് ഉറപ്പായിട്ടും ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആണ്. സെബിയുടെ അണ്ടറിലാണ് എങ്കിൽ അത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും. നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ 3 മാസം കൂടുന്തോറും അല്ലെങ്കിൽ എല്ലാ വർഷവും അടച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയം ആണോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുക. പ്രീമിയം ആണ് എങ്കിൽ അത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളിൽ പലപ്പോഴും മെയിലൊക്കെ വരാറുണ്ട്, PDF ഒക്കെ അയച്ചു തരാറുണ്ട്. അതിനകത്ത് പോളിസി നമ്പർ എന്ന വാക്കാണോ അതോ ഫോളിയോ നമ്പർ എന്ന വാക്കാണോ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. പോളിസി നമ്പർ എന്ന വാക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ഏത് കമ്പനി ഓഫർ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ആ കമ്പനിയുടെ പേരിൻ്റെ കൂടെ ലൈഫ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ന വാക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതുപോലെ സം അഷ്വേർഡ് തുടങ്ങിയ വാക്കുകൾ ഡോക്യുമെന്റ്സ് ലെവലിൽ ഉണ്ടോ നോക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്നുമല്ല, നിങ്ങളുടെ സംശയം നീങ്ങിയിട്ടില്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഷുറൻസിലാണോ മ്യൂച്വൽ ഫണ്ടിലാണോ എന്ന് ഇപ്പോഴും സംശയമാണ് എങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ മറുപടി തരുന്നതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.